വേണു ബ്ലാക്ക് സ്നേക്ക് ചർച്ച് കണ്ടോ? ഒരു മീറ്റിങ്ങിനൊക്കെ പോകുന്ന സമയത്താണ് വൈകി എത്തുമോ, അപ്പോൾ പുള്ളി എഴുന്നേക്കും കൈകൂപ്പുന്നു. ഏതാൾക്കൂട്ടത്തിൽ കാണുമ്പോഴും ആ വേണു എന്നുള്ളൊരു വിളിയുണ്ട് പുള്ളിയുടെ. ലീഡറിനെ ഏറ്റവും ആദ്യമായിട്ട് കാണുന്നത് തെരഞ്ഞെടുപ്പ് യോഗത്തിലേക്ക് പയ്യന്നൂർ അന്തിമഗാനത്തിലേക്ക് ചീറിപ്പായ എന്ന വണ്ടിയിൽ ലീഡർ ചെയ്യുക വരുന്ന ആ വരവ് തന്നെ ഒരു വളരെ മാസവരവാണ്. ആ ലീഡർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിക്കാനുള്ള ഒരാളായിട്ടുള്ള ഒരു വിദ്യാർത്ഥി ഞാനാണ്. അപ്പോൾ എനിക്ക് നന്നായിട്ട് മുദ്രാവാക്യം വിളിക്കാൻ അറിയാം. അന്നൊക്കെ കൊച്ചുനാൾ വിളിക്കുമായിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെയാണ് ലീഡറെ പ്രസംഗം ലീഡറെ കാണുന്നത്. പിന്നീട് ലീഡറുമായിട്ടുള്ള ബന്ധം ഉറപ്പിക്കുന്നത് ഞാൻ KSU സ്റ്റേറ്റ് കമ്മിറ്റി ഭാരവാഹികളൊക്കെ ആയിട്ട് തിരുവനന്തപുരത്ത് വന്നപ്പോൾ ആണ്. ഈ എപ്പോഴും ഒരു നേതാവ് നമ്മളെ പേര് വിളിക്കുന്ന പോയിന്റിലാണ് ആ നേതാവും ആ അണിയും അല്ലെങ്കിൽ ആ ചെറിയ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് തമ്മിലുള്ള ബന്ധം ആരംഭിക്കുന്നത് നമ്മൾ പറയാറുണ്ട്. നമുക്ക് അങ്ങനെയുള്ള ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ചില കൂട്ടത്തിൽ നിന്ന് ഒരാളെ പേര് ചൊല്ലി വിളിച്ചു എന്നാണ് പലപ്പോഴും ഒരാളുടെ ഒരു മാർക്ക് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ പറയാം. അങ്ങനത്തെ ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് മൊമെന്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ ലീഡറെ സംബന്ധിച്ചിടത്തോളം ലീഡറുടെ ഒരു വല്ലാത്ത വാത്സല്യം എനിക്ക് അനുഭവിച്ചിട്ടുള്ളതാണ്. അങ്ങനെയാണ് ലീഡർ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉള്ള വാത്സല്യം മുഴുവൻ കോരിച്ചൊരിഞ്ഞു തരും. അപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഞാൻ KSU പ്രസിഡൻ്റായിരുന്നു. ഞാൻ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരും മുന്നോട്ട് പോകുമ്പോൾ ഏതാൾക്കൂട്ടത്തിൽ കാണുമ്പോഴും ആ വേണു എന്നുള്ളൊരു വിളിയുണ്ട് പുള്ളിയുടെ. പറ്റുന്ന അപ്പോഴൊക്കെ തന്നെ യാത്രകളിൽ പുള്ളി എന്നെ കൊണ്ടുപോകാറുണ്ടായിരുന്നു. അപ്പോഴൊക്കെ പുള്ളിയുടെ സ്നേഹം മറ്റുള്ളവർക്കും പ്രകടമാവും. അസൂയ തോന്നിപ്പിക്കത്തക്കവണ്ണം മറ്റുള്ളവരിൽ അന്ന് സർവ്വപ്രതാപിയായിട്ട് നിൽക്കുന്ന നേതാവല്ലേ ലീഡർ. ആളുകളൊക്കെ പറയില്ലേ നീ പിന്നെ K കരുണാകരൻ്റെ ആളാണല്ലോ. അങ്ങനെ അപ്പോൾ സർവ്വ പോലീസും സന്നാഹങ്ങളും എല്ലാം നിൽക്കുന്ന സമയത്ത് അപ്പോൾ പുള്ളി അത് ബോധ്യപ്പെടുത്തുമായിരുന്നു. ഇവൻ എൻ്റെ ആളാണെന്നും കൂടെ ബോധ്യപ്പെടുത്തുമായിരുന്നു. അതൊരു പുള്ളി അത്രയും സ്നേഹം തന്ന ഒരാളാണ്. KSU അന്ന് ഭയങ്കര യങ് ആയിട്ടുള്ള ഒരാളാണ്. ഇത് ഭയങ്കര ഹൈ അല്ലേ? നമ്മുടെ അടുത്തുള്ള ഒരാൾ കൈഞ്ഞൊടിച്ചാൽ ഈ നാട്ടിൽ എന്ത് നടക്കും? എന്ത് വേണമെങ്കിലും എനിക്ക് അധികാരത്തിലൂടെ ചെയ്യാൻ പറ്റുന്നൊരു കാലമായിരുന്നു. പക്ഷേ അന്ന് ലീഡർ തന്നെ ഒരുപാട് എന്നെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട് മറ്റുള്ളവർ മുമ്പിൽ വെച്ചിട്ട്. അത്തരം കാര്യങ്ങളിലൊന്നും ഞാൻ ഓവറായിട്ടൊന്നിലും ഇൻവോൾവ് ചെയ്യാറേ ഇല്ല. പക്ഷേ ലീഡർക്ക് എന്നെ ഇഷ്ടമാണ്. എനിക്ക് ലീഡർ എന്ന് പറഞ്ഞാൽ വലിയ സ്നേഹവും ബഹുമാനവുമാണ്, ആദരവാണ്. അപ്പോൾ അത് ആ ഒരു ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് പറ്റിയെന്നുള്ളതാണ് എൻ്റെ വിജയം. ഇപ്പം സ്ത്രീകളോടുള്ള റെസ്പെക്റ്റിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തദ്ദേശ കൈപ്പത്തി ചിഹ്നത്തിൽ രേഖപ്പെടുത്തുന്ന കാര്യമാണ് നമ്മൾ പാസ് ചെയ്ത് പോകുന്നത്. ഇതിങ്ങനെ കാണുന്ന സമയത്ത് ആ ഇലക്ഷൻ കാലത്തിലേക്കുള്ളൊരു നമ്മൾ പെരുന്നാളിന് ചെണ്ടോട്ട് കേൾക്കുന്ന ഒരു പോലത്തെ ഒരു പരിപാടിയല്ലേ? ഒരുപാട് ഓർമ്മകളിലേക്ക് നമ്മൾ മടക്കിക്കൊണ്ട് പോകുന്ന ഒരു അനൗൺസ്മെന്റുകളാണല്ലേ കൈപ്പത്തി ചിഹ്നത്തിന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക എന്നൊക്കെ. ഓരോ വർഷങ്ങളായിട്ട് ഇങ്ങനെ നമ്മളെ നയിക്കുന്ന ഒരു ശബ്ദമാണ് അത് വീണ്ടും കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു അനുഭൂതി വേറെയാണ്. ഏതൊരു പൂരപ്രേമിക്കും ചെണ്ടമേളം കേൾക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു അനൗൺസ്മെന്റ് എന്ന് പറയുന്നത് അല്ലേ. യെസ്, നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. ഇപ്പം K കരുണാകരൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാലും KSUയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാലും ഒക്കെ ഇപ്പം K കരുണാകരൻ്റെ ഭാര്യയെ കുറിച്ചിട്ട് K കരുണാകരൻ ഭയങ്കര റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് നമ്മൾ സംസാരിച്ച് കേൾക്കുന്നത്. നമ്മൾ ലീഡർ ഏത് സമയത്തും പോയാലും ലീഡറുടെ വീട്ടിൽ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടേ പോകാവുള്ള നിർബന്ധ ബുദ്ധിയുള്ള ആളാണ് കല്യാണിക്കുട്ടിയമ്മ, ലീഡറുടെ മിസ്സസ്. വെച്ചാൽ വല്ലാത്തൊരു സ്നേഹം തരുക അവർ. ഒരു ഇത്രയും വൈശിഷ്ട്യമാർന്ന സ്വഭാവമാണ്. ആര് പോയാലും ആ സമയത്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കഴിക്കും. നമുക്കൊക്കെ പ്രത്യേകിച്ചിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അസുഖമായ സമയത്ത് മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് ഭക്ഷണം കൊടുത്തു വെച്ചിട്ടുണ്ട്. കരുണാകരനെ കുറിച്ച് പറയുന്ന സമയത്ത് മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായിട്ട് പലപ്പോഴും K കരുണാകരനെ കുറിച്ച് പറഞ്ഞു കേൾക്കാറുണ്ട്. എതിർപ്പുകൾ ഉണ്ടാവും. എതിർപ്പുകൾ ഒരു ഹരമായി എടുക്കുന്ന നേതാവാണ് ലീഡർ. എതിർപ്പുകൾ വരുമ്പോൾ ഒളിച്ചോടുന്ന സ്വഭാവം ഒരിക്കലും ലീഡർക്കില്ല. ലീഡറിൻ്റെ പല പ്രവർത്തനങ്ങളും ഒരു കാലത്ത് വെല്ലുവിളിച്ചവരുണ്ട്. പക്ഷേ ആ വെല്ലുവിളിയൊന്നും നോക്കാതെ തൻ്റെ തീരുമാനം ശരിയാണെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ അത് ശക്തമായിട്ട് നടപ്പിലാക്കാനുള്ള നടപടി, അതിലൊരു വിട്ടുവീഴ്ചയില്ല. അതുപോലെ ഡെവലപ്മെൻറ്റിൻ്റെ ചരിത്രത്തിൽ അപ്പം നമുക്ക് നടക്കില്ല എന്ന് പലരും കണ്ടിരുന്ന പോലെ നെടുമ്പാശ്ശേരി എയർപോർട്ട് വരുന്ന അന്നത്തെ കാലത്ത് അന്ന് സമരമൊക്കെ ആയിരുന്നു അതിനെതിരായിട്ട്. പക്ഷെ പുള്ളിക്കൊരു ഇച്ഛാശക്തി ഉണ്ട്. അതുപോലെ തന്നെ കരൂർ സ്റ്റേഡിയം, അത് ഒരുപാട് കടമ്പകൾ കടന്നിട്ടാണ്. പക്ഷേ ഇച്ഛാശക്തി ഉണ്ടായിരുന്നു. അങ്ങനെ കാര്യങ്ങൾ നടപ്പിലാക്കണം തീരുമാനിച്ചാൽ ആ തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് വഴികളും തേടാൻ അദ്ദേഹം തയ്യാറാവും. നല്ല സരസൻ കൂടിയായിരുന്നല്ലോ. അതായത് ഇപ്പോൾ മീഡിയയുടെ മുമ്പിൽ എങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു എന്ന് പറയുന്ന സമയത്ത് മീഡിയയുടെ മുമ്പിൽ നിന്ന് തിരിഞ്ഞു നിൽക്കാനായിട്ട് അത്രയും ഫണ്ണി ആയിട്ടുള്ള ഒരാളായിരുന്നല്ലോ. അതൊക്കെ അനുഗ്രഹീതമായി കിട്ടിയിട്ടുള്ള കാര്യമാണ് അദ്ദേഹത്തിന്.
അത് ടിറ്റ് ഫോർ ടാറ്റ്. ഒരു ചോദ്യം ചോദിച്ചാൽ പത്രക്കാരോട് ചോദിച്ചാൽ അപ്പം പെട്ടെന്ന് മറുപടിയാണ്. ആലോചിച്ച് കുറച്ച് മറുപടിയൊന്നുമല്ല. പക്ഷെ ആ മറുപടിയൊക്കെ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ പിന്നെ നർമ്മം വളരെ ഇഷ്ടമാണ്. തമാശ പറയും, ആളുകളെ കളിയാക്കും, അതുപോലെ സ്വയം കളിയാക്കപ്പെടാൻ വിധേയനാവും. പിന്നെ സ്ഥലപ്പേരുകളൊക്കെ പുള്ളി ഇപ്പം എന്നോട് പറയാം. എനിക്ക് കരുനാഗപ്പള്ളി ഇപ്പം എന്നോട് ആ യാത്ര ചെയ്ത് ഞങ്ങൾ അവിടെ പോകുമ്പം വേണു ബ്ലാക്ക് സ്നേക്ക് ചർച്ച് കണ്ടോ? നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കരുനാഗപ്പള്ളി. ഞാനിപ്പോൾ നോക്കുക ബ്ലാക്ക് സ്നേക്ക് ചർച്ച്, അപ്പോൾ കരുനാഗപ്പള്ളി അപ്പോൾ അതുപോലെ ഉള്ള ഒരുപാട് ഒരുപാട് സ്ഥലപ്പേരുകളൊക്കെ പുള്ളി അങ്ങനെ പറഞ്ഞു തരും. നമ്മളെ തന്നെ കളിയാക്കും. ഞാൻ ചില സമയത്ത് വൈകിയെത്തും. പറഞ്ഞ സമയത്ത് ഇപ്പം എവിടെയെങ്കിലും ഒരു മീറ്റിങ്ങിനൊക്കെ പോകുന്ന സമയത്താണ് വൈകിയെത്തും. അപ്പോൾ പുള്ളി എഴുന്നേക്കും, കൈകൂപ്പുന്നു. ഓ ദേഹത്തിയല്ലോ, നമ്മൾ തന്നെ ചെറുതാവും അങ്ങോട്ട്. പുള്ളി 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 പക്ഷേ ഇതൊക്കെ ലീഡർ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് വൈകി വരാൻ പാടില്ല എന്നുള്ളത്.